والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിന്റെ നമ്മുടെ 29ാമത്തെ ദിവസത്തിലാണ്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഇന്ന് ഇതേ സമയം പെരുന്നാളിന്റെ സുദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധമായ നന്മകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാസികളായ സഹോദരങ്ങൾക്ക് എല്ലാവിധമായ പെരുന്നാൾ ആശംസകളും നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ. നമുക്കൊന്ന് പരിശുദ്ധമായ റമദാനിന്റെ 29ാമത്തെ ദിവസമാണ്. ഇന്ന് പിറ കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പെരുന്നാളാകും. ഇല്ലെങ്കിൽ നാളെ റമദാൻ 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ച നമുക്ക് പെരുന്നാളാകും. അല്ലാഹു തആല ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ സമയമാകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു, ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ സമയമായാൽ, അവസാനത്തെ രാത്രിയായാൽ, ബഖത്തിസ് സമാവാതു വൽ അർളു, അല്ലാഹുവിന്റെ ആകാശവും ഭൂമിയും പൊട്ടിക്കരയുമെന്നാണ്. വൽ മലായികത്തു, അല്ലാഹുവിന്റെ മലക്കുകളും പൊട്ടിക്കരയുമെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. മുസീബത്തുൽ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കരയുന്നതിന്റെ കാരണം മുഹമ്മദ് നബി തങ്ങളുടെ സമുദായത്തിന് വന്നുപോയ നാശമേ, മുസീബത്തെ, വിപത്തെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആകാശവും ഭൂമിയും മലക്കുകളും പൊട്ടിക്കരയുന്നത്. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അയ്യു മുസീബത്തിൻ യാ റസൂലല്ലാഹ്, എന്ത് മുസീബത്താണ് നബിയെ? ആകാശവും ഭൂമിയും മലക്കുകളും പൊട്ടിക്കരയുന്ന ഈ വിപത്ത് എന്താണ് റസൂലെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദിഹാബു റമളാൻ, അത് റമളാന്റെ വിട പറയലാണ്. റമളാന്റെ വിട പറയാൻ കാരണം റമളാന്റെ ഓരോ ദിവസങ്ങളും, ഓരോ നിമിഷങ്ങളും, മണിക്കൂറുകളും ഫഇന്ന ദഅവാതി ഫീഹി മുസ്തജാബ, നാം ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകിയിരുന്ന ഇജാബത്തിന്റെ സമയങ്ങളായിരുന്നു പരിശുദ്ധമായ റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങളും. വസ്സദഖാതി മഖ്ബൂല, നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ചിരുന്ന, കബൂലിയത്ത് നൽകിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുദിനങ്ങളായിരുന്നു പരിശുദ്ധമായ റമദാന്റെ ദിനരാത്രങ്ങൾ. വൽ ഹസനാത്തു മുളഅഫ, നാം ചെയ്യുന്ന ഓരോ സൽപ്രവർത്തനങ്ങളും നന്മകളും ഇരട്ടി ഇരട്ടി പ്രതിഫലമുള്ള, ഒന്നിന് 70, 70ന് 700, അല്ലെങ്കിൽ ഒന്നിന് 70 മുതൽ 700 വരെ പ്രതിഫലമുള്ള ഇരട്ടി ഇരട്ടി നന്മകളും പ്രതിഫലങ്ങളും അല്ലാഹു നൽകിയിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളായിരുന്നു പരിശുദ്ധമായ റമളാൻ. വൽ അദാബു മദ്ഫൂഉ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷകളിൽ നിന്നും ഈ ഉമ്മത്തിനെ പരിപൂർണമായി തടഞ്ഞ് കാത്തു സംരക്ഷിക്കുന്ന നരകത്തിന്റെ വാതിലുകൾ പോലും അടയ്ക്കപ്പെട്ടിരുന്ന ഏറ്റവും പുണ്യമായ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളായിരുന്നു വിട പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ആകാശവും ഭൂമിയും അല്ലാഹുവിന്റെ മലക്കുകളും എന്റെ സമുദായത്തിലെ മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തിന് വന്നുപോയ വിപത്തെ എന്ന് വിലപിച്ചുകൊണ്ട് കരയുമെന്ന് ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഹൃദയവേദനയോടുകൂടി മാത്രമേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ റമദാനിനെ വിട പറയാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഇന്നാണെങ്കിലും, അല്ലെങ്കിൽ ഇന്ന് വരെയാണെങ്കിലും, അല്ല നാളെ വരെയാണെങ്കിലും അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഏറ്റവും അതുല്യമായ അമൂല്യമായ നിമിഷങ്ങളാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ വളരെ വേദനയോടുകൂടി മാത്രമേ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് തന്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങളെ യാത്രയാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു മഖ്ബൂലും മർളിയുമായ രീതിയിൽ പരിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖബൂലിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്ത് റയ്യാൻ എന്ന സ്വർഗവാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഉത്തമ നോമ്പുകാരിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായ റമദാനിന്റെ അവസാനം ഇന്നുണ്ടായില്ല എങ്കിൽ, അല്ലെങ്കിൽ പിറ കണ്ടിട്ടില്ല എങ്കിൽ, ഇന്ന് നാം തറാവീഹ് നമസ്കാരം 30ാമത്തെ തറാവീഹ് നമസ്കാരത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും അല്ലാഹു തആല നമുക്ക് നന്മ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല 30ാമത് തറാവീഹ് നമസ്കരിക്കുന്ന, അല്ലെങ്കിൽ 30ാമത്തെ ദിവസം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ തറാവീഹ് നമസ്കരിക്കുന്ന 30ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു അടിമയെ കണ്ടിട്ട് അല്ലാഹു തആല അടിമയോട് വിളിച്ചു പറയുമെന്നാണ്, യാ അബ്ദി, എന്റെ അടിമേ, കുല്ലു മിൻ സിമാരിൽ ജന്ന കുൽ,
നീ ഭക്ഷിച്ചുകൊള്ളുക സിമാരിൽ ജന്ന, സ്വർഗത്തിന്റെ എല്ലാ ഭൂയിഷ്ടങ്ങളുമായ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങൾ മുഴുവനും നീ ഭക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ നിനക്കുണ്ട്. ആ സ്വർഗത്തിന്റെ ഫലങ്ങൾ മുഴുവനും നീ ഭക്ഷിക്കണം. സൽസബീൽ എന്ന സ്വർഗീയ പാനീയം കൊണ്ട് നീ കുളിക്കുകയും ചെയ്യണം. വശ്രിബ് മിനൽ കൗസർ, ഹൗലുൽ കൗസർ നീ പാനം ചെയ്യണം. അല്ലാഹു തആല 30ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന ഒരു അടിമയോട് അല്ലാഹു തആല വിളിച്ചു പറയും, അന റബ്ബുക വ അന്ത അബ്ദി, ഞാൻ നിന്റെ ഉടമയാണ്, നിന്റെ രക്ഷിതാവാണ്, നീ എന്റെ അടിമയാണ്. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള സ്വർഗത്തിന്റെ ഫലങ്ങൾ നിനക്ക് ആസ്വദിക്കാം. അതുപോലെ ഹൗദുൽ കൗസർ നിനക്ക് കുടിക്കാം. സൽസബീൽ എന്ന വെള്ളത്തിൽ നിനക്ക് മുങ്ങി കുളിക്കാം. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല അടിമകളെ ഉണർത്തിയിട്ട് 30ാമത് തറാവീഹ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹു തആല വിളിച്ചു പറയുമെന്ന് ആദരവായ നബി തങ്ങളുടെ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു. അല്ലാഹു തആല അത്തരത്തിൽ എല്ലാ നന്മകളും പുണ്യങ്ങളും കരസ്ഥമാക്കുവാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വേദനിക്കുന്ന നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വിശേഷ ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവർക്കും അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ലോക മുഅ്മിന് ഇസ്സത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.